കൊടകര ടൗണിൽ വർഷങ്ങളായി തകരാറിൽ കിടക്കുന്ന IP ടോയ്ലറ്റുകൾ പ്രവർത്തന സജ്ജമാകുന്നു. ടൗണിൽ എത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാത്തത് ദുരിതമാകുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ IP ടോയ്ലറ്റുകൾ പ്രവർത്തന സജ്ജമാക്കുന്നത്. സമയോചിതമായി അറ്റകുറ്റപ്പണി നടക്കാതിരുന്നതിനാൽ ഉപയോഗയോഗ്യമല്ലാതായ IP ടോയ്ലറ്റുകൾ ഏതാനും നാളുകളായി കൊടകര ടൗണിലെ നോക്കുകുത്തികളായി നിലകൊള്ളുകയായിരുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ IP ടോയ്ലറ്റുകൾ വീണ്ടും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് അധികൃതർ. നേരത്തെ നാണയമിട്ടാൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന ടോയ്ലറ്റുകൾ ഇനി സൗജന്യമായി ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ നവീകരിച്ചിട്ടുള്ളത്. കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ടൗണിനോട് കേന്ദ്രീകരിച്ച് 3 ടോയ്ലറ്റുകൾ ഇവിടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെടുകയുണ്ടായി. ഏകദേശം ഒരു 3-4 വർഷങ്ങളായിട്ട് അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ടോയ്ലറ്റ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും അതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് കിടന്നിരുന്ന ടോയ്ലറ്റിന് വൈദ്യുതി ബന്ധം ഏർപ്പെടുത്തുകയും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം ഉണ്ടായിരുന്ന സ്ഥാനത്ത് അത് പൈസ അടച്ചത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ കുറച്ച് അറ്റകുറ്റപ്പണികൾ അത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് അതിന് ബദൽ സംവിധാനം എന്നുള്ള നിലയിൽ ഒരു വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഒരു മിനുക്കുപണികളോട് കൂടി കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ കൊടകരയിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. 2017 ജില്ലയിൽ ആദ്യമായി കൊടകര ടൗണിൽ ഇന്റലിജന്റ് പബ്ലിക് ടോയ്ലറ്റുകൾ സ്ഥാപിച്ചത്. കൊടകര ഫ്ലൈ ഓവർ ജംഗ്ഷൻ, ഗാന്ധിനഗർ ജംഗ്ഷൻ, ഡോൺ ബോസ്കോ സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട IP ടോയ്ലറ്റുകൾ 2017 ഗാന്ധി ജയന്തി ദിനത്തിൽ അന്നത്തെ ജില്ലാ കളക്ടർ A. കൗശികനാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. വെള്ളവും വൈദ്യുതിയും മറ്റു സംവിധാനങ്ങളോടും കൂടിയ IP ടോയ്ലറ്റുകളിൽ 2 രൂപ, 5 രൂപ എന്നിങ്ങനെ നാണയങ്ങളിട്ട് പൊതുജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനാകുന്ന തരത്തിലാണ് ഒരുക്കിയിരുന്നത്. സ്ത്രീകൾക്ക് ആവശ്യമായ സുരക്ഷയും സൗകര്യങ്ങളും ഇതിൽ ഏർപ്പെടുത്തിയിരുന്നു. പദ്ധതി ഫണ്ടും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും പ്രയോജനപ്പെടുത്തി 19.25 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു അന്ന് 3 ടോയ്ലറ്റുകൾ സ്ഥാപിച്ചത്. വർഷങ്ങളോളം സുഗമമായി പ്രവർത്തിച്ച IP ടോയ്ലറ്റുകൾ പിന്നീട് തകരാറിലാവുകയായിരുന്നു. വൈദ്യുതി ഇല്ലെങ്കിലും ഉപയോഗിക്കാനാവുന്ന തരത്തിൽ നവീകരിച്ചാണ് ഇപ്പോൾ പബ്ലിക് ടോയ്ലറ്റുകൾ തുറന്നുകൊടുക്കുന്നത്.